എന്നിട്ട് അപ്പോൾ ഞാനധികം ഓൺലൈനിൽ നിന്ന് തന്നെയാണ് വാങ്ങാറ്. അതെല്ലാം കഴിഞ്ഞ് കുറച്ചും കൂടി ഫോട്ടോസ് എടുത്ത് അപ്പോൾ അപ്പുറത്തൊരു അമ്പലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും കൂടിയും ചെറിയ ദർശനം നടത്തി. അപ്പോൾ അവിടെ നിന്ന് പൊട്ടൊക്കെ തൊട്ടു, ചനലൊക്കെ വിട്ടു. അങ്ങനെ വീണ്ടും നമ്മൾ തിരിച്ച് ഓഫീസിലേക്ക് പോകാൻ പോകുന്നതായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു, എല്ലാം നേർച്ചകളെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. അങ്ങനെ ഞാൻ ഓഫീസിൽ പോയി. അങ്ങനെ വൈകുന്നേരമായി കേട്ടോ. ഇതാണ് എൻ്റെ കേക്കിൻ്റെ പാക്കിങ്. അപ്പോൾ എനിക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ മേശയിൽ ഇരിക്കുന്നത്. എൻ്റെ ഒരു എന്താ പറയണ്ട ചോട്ടയുണ്ട്. അപ്പം ചോട്ടനെയും കൂടി യൂട്യൂബിലിടാന്ന് വെച്ചാൽ അവന് ഭയങ്കര ഇഷ്ടമാണ് യൂട്യൂബിൽ നിന്നിട്ട്. അപ്പോൾ അവൻ സാമിയാന്ന്. അപ്പോൾ അവന് കേക്കൊന്നും കഴിക്കാൻ പറ്റാത്ത സങ്കടമുണ്ട്. അപ്പോൾ അവനൊക്കെ ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ മഞ്ഞ കളറ് പുതിയൊക്കെ ആയിട്ടാണ് വന്നത്. തുറന്നു നോക്കുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ട്, ഇത് മൂത്തൊക്കെ ഇഷ്ടപ്പെടുന്ന കളറല്ല, കാച്ചിന് ഇഷ്ടപ്പെടുന്ന കളറാണ് ഇങ്ങനെ പറയുന്നുണ്ട്. ഓ അപ്പോൾ പേഴ്സാണ് തന്നത്, അടിപൊളിയായിട്ടുണ്ട്, താങ്ക് യു എന്ന് പറഞ്ഞു ഞാൻ. അങ്ങനെ അവരുടെ സന്തോഷം ഭയങ്കര. ഇതാണ് കേട്ടോ എൻ്റെ ഏറ്റവും വലിയ സർപ്രൈസ്. എനിക്ക് യൂട്യൂബിൽ 500 സബ്സ്ക്രൈബേഴ്സ്, 500 കൂടുതലായി. അപ്പോൾ ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സബ്സ്ക്രൈബ്. താങ്ക്സ് ഓൾ. സപ്പോർട്ട് ചെയ്തതിന്, ലൈക്ക് ചെയ്യുക, ഷെയർ എല്ലാം ചെയ്തതിന് താങ്ക് യു. എല്ലാവരും സപ്പോർട്ടുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്ര എത്താൻ പറ്റിയത്. എനിക്ക് കോമഡി ഒന്നും വലിയ കൈവശമൊന്നുമില്ല, പക്ഷെ എനിക്ക് കഴിയുന്ന പോലെ ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് ഡാൻസാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ നമ്മൾ കേക്ക് മുറിയിലേക്ക് കടക്കുകയാണ്. അങ്ങനെ എല്ലാവരെയും ഓരോരോന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ. അപ്പോൾ ചെറിയ മോന് കഴിക്കാൻ കഴിയില്ല, സാമി ആയതുകൊണ്ട്. അപ്പോൾ മാമിക്കും ചോട്ട കേട്ടോ, എൻ്റെ വീട്ടപ്പുറത്ത് വാടകയ്ക്കുന്നതാണ്. അപ്പോൾ അവളെ മോളാ അത്. അപ്പോൾ അതിൽ കുറച്ച് വായിലിട്ട്, അതിന് വായിലിട്ട് കൊടുത്തിട്ട് അവസാനം തൊണ്ട കൂടിപ്പോയി, ക്രീമൊക്കെ അധികമായിട്ട്. അങ്ങനെ മാമിൻ്റെ കൈ ഞാൻ കടിച്ചു പറിച്ചപ്പോൾ സമാധാനമായി മാമിക്ക്. മാമി രണ്ടാമത്തെ കേക്ക് വായിലിടാൻ നോക്കിയത്, അപ്പം ഞാൻ കടിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ഓനും കൂടി പൂർത്തീകരിച്ചു എന്നൊന്നും പറയാനില്ല. അപ്പോൾ ഒരാളും കൂടി ഉണ്ട്. ഇതാണ് നമ്മുടെ സ്വന്തം സിസ്റ്റർ. ഇവളാണ് എൻ്റെ റീൽസ് മാസ്റ്റർ, ഡാൻസ് മാസ്റ്റർ, റീൽസ് മാസ്റ്റർ ഇവളാണ്. ബോംബെക്കാരത്തിയാണ്, പക്ഷെ ആള് നല്ല പുലിയാണ് കേട്ടോ, നല്ല സ്മാർട്ടാണ്. നേരത്തെ സ്പെഷ്യലായിട്ട് എനിക്കൊരു ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഫോട്ടോയിൽ അടുത്ത വ്ളോഗിലിടാം. അപ്പോൾ അവിടെ കുറച്ച് റീൽസൊക്കെ എടുത്തു തന്നു. ഇനി എൻ്റെ അടുത്ത വ്ളോഗിലേക്ക് കാണാം. ഓക്കെ, ബൈ. ഹലോ, ഹായ്. ഞാൻ ഒരു പുതിയ യൂട്യൂബർ കേട്ടോ. അപ്പോൾ അധികമൊന്നും സബ്സ്ക്രൈബേഴ്സ് ഇല്ലെങ്കിൽ ഒരു 500 കൂടുതലായിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഉക്കുക്കലേഷ് എന്ന പേരിലാണ് ഞാൻ ഐഡി തുടങ്ങിയിട്ട്. 2-3 പേര് ഞാൻ മാറ്റി നോക്കും, സെറ്റാകുന്നില്ല. അപ്പോൾ ഞാൻ വെച്ചു ഈ പേര് തന്നെ ഇരിക്കട്ടെ അയച്ചു. അപ്പോൾ കുറേ സെർച്ച് ചെയ്തപ്പോൾ അധികം കണ്ടില്ല, കുറച്ച് പേരുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ എന്നാൽ യൂട്യൂബ് ചാനൽ തുടങ്ങാം. 2 വർഷമായി ഞാനിങ്ങനെ സെർച്ച് ചെയ്യുന്നു ഇതിനെ പറ്റിയിട്ട്. അപ്പം ഇതിനെപ്പറ്റി എനിക്ക് അധികം വലിയ പിടുത്തമൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ചും കൂടി എന്നാൽ 2 കൊല്ലം കഴിഞ്ഞിട്ട് തുടങ്ങാം. ഇത്രയും കാലം മടി വിചാരിച്ചിട്ട് മാത്രമല്ല കേട്ടോ, നമുക്കുണ്ടാവുന്ന ഒരു ചിന്ത, അയ്യോ അവരെന്താ വിചാരിക്കുക, നമ്മൾ ഈ വീഡിയോ ഇവരെന്താ വിചാരിക്കുക, അങ്ങനെയൊക്കെ ചിന്തിച്ച് നടന്ന് ഇത്രയും കാലം കുറേ കൊല്ലം പോയതെൻ്റെ. അപ്പോൾ ഞാൻ ഇപ്പം വിചാരിക്കുന്നു നമ്മളെ ഇഷ്ടമല്ലേ, നമ്മളെ ലൈഫല്ലേ, നമ്മൾക്കാർ ഇത് ചിന്തിക്കുന്നതൊന്നുമല്ലല്ലോ, നമുക്ക് ബാക്ക് സപ്പോർട്ടായിട്ട് ആളുണ്ടാകുമ്പോൾ നമ്മളതിനെ പിടിക്കേണ്ട ആവശ്യം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യാൻ. ഇച്ചിരി 3-4 മാസമായിട്ട് ആൾ തുടങ്ങാൻ. വേറെ ഒന്നും കാര്യമായിട്ടില്ല, കോമഡി ഡാൻസ് ആണ് എൻ്റെ മെയിനാണ്, ഡാൻസും കൂടിയാണ്. അപ്പോൾ കോമഡി എനിക്ക് അത്ര വലിയ പിടുത്തമൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ എല്ലാവരും നോക്കിയായിട്ട് അത് കണ്ട് കുറച്ച് കാര്യങ്ങൾ പിന്നെ എൻ്റെതായ എഫേർട്ട് എടുത്തിട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാനങ്ങനെ തുടങ്ങിയിട്ടിപ്പോൾ നേരത്തെ പറഞ്ഞു 4 മാസമായി. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഞാൻ വയ്ക്കുന്നു ഞാൻ 500 സബ്സ്ക്രൈബേഴ്സ് ആയാൽ മാത്രമേ ഇങ്ങനെ വരും, പേഴ്സണലായിട്ട് ഫേസ് കാണിച്ച് ഞാൻ വരാം എന്ന് വിചാരിച്ചത്. അപ്പോൾ 500 കൂടുതലായിട്ടുണ്ട്. താങ്ക് യു ഓൾ, താങ്ക് യു സപ്പോർട്ട് ഫോർ മീ. അപ്പോൾ എൻ്റെ ചാനൽ എനിക്ക് നന്നായി മുന്നോട്ട് പോകണമെന്നുണ്ട്. ഇനി ഞാനത് മുന്നോട്ട് തന്നെ നല്ലോണം രീതിയിലാക്കി. ഇത്രയും കാലം അത്ര വലിയ നന്നായി തോന്നിയില്ല, എനിക്ക് തന്നെ തോന്നിയില്ല. പക്ഷേ എല്ലാവരും കുറേ ആൾക്കാരും അപ്പോൾ നന്നായിട്ടുണ്ട് നല്ലോണം ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പോൾ എൻ്റെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം എനിക്ക് ഡാൻസ് ക്ലാസ്സൊക്കെ മുടങ്ങിയിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ പുതിയ റീൽസൊക്കെ ആയി സെറ്റാക്കുന്നതായിരിക്കും. വീട്ടിൽ നിന്നൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പം സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ഭംഗി കിട്ടുന്നില്ല. ഞാനങ്ങനെ കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഒറ്റയ്ക്ക് ആരെങ്കിലും വേണമല്ലോ നമുക്കൊന്ന് ക്യാമറ സെറ്റ് ചെയ്ത് പിടിക്കാനോ, അങ്ങനെ നമുക്ക് ആളെ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ പറയുക, ഡാൻസ് ക്ലാസ്സിലൊക്കെ പോയാൽ നമുക്ക് കുറച്ചും കൂടി റീലൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ രാവിലെ ഓഫീസിൽ പോകുന്നതുകൊണ്ട് ഒന്നിനും സമയം കിട്ടുന്നില്ല, ഒരു കാര്യത്തിലൊന്നും ചെയ്യാനോ പിടിക്കാനോ. അപ്പോൾ എന്തെങ്കിലും കാട്ടിക്കൂടി കുറച്ച് അതിലിടും, കുറച്ച് കോമഡി, ഈവനിങ് വന്നാലും കുറച്ച് കോമഡിയൊക്കെ ഇടും. അങ്ങനെയാണ്. അങ്ങനെ നമ്മൾ എന്താ പറയേണ്ടത്, നമ്മൾ പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്തിട്ട് 8 കൊല്ലമായി. അതിനിടയിൽ നമ്മൾ പകുതി 4 വർഷം നമ്മൾ
പുതിയ വീടെടുത്ത് താമസിക്കുന്നതാണ്. അങ്ങനെ ഞാനും ഹസ്ബൻഡും മക്കളായിട്ട് താമസിക്കുന്നതാണ്. അപ്പോൾ സന്തോഷകരമായിട്ട് പോകുന്നു. അപ്പോൾ എന്താ പറയണ്ടേ, അതിൻ്റെ കൂടെ എൻ്റെ യൂട്യൂബ് ചാനൽ കൂടി എൻ്റെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ചെയ്യാൻ. പക്ഷേ ഇത്രയും കാലം എനിക്ക് ചെയ്യാനൊന്നും ഒരു ടൈം മാത്രമല്ല, മടിയും ചമ്മലും കൊണ്ടാണ്. അപ്പോൾ എന്ത് വിചാരിക്കുന്നുള്ള ആ ഒരു ഇതുണ്ടാവുമല്ലോ നമുക്ക് എന്തായാലും. പിന്നെ തുടങ്ങി ഇറങ്ങി പുറപ്പെട്ടാൽ പിന്നെ ബാക്കി അങ്ങ് ചെയ്യുക. താൻ പായ ദൈവം പാന്നല്ലോ, ബാക്കി സെറ്റായിക്കൊള്ളു. ഇത്രയൊന്നും സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കിട്ടുമെന്ന് ചോദിച്ചു. ഞാൻ ആദ്യമൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറയാറുണ്ട്. ഇപ്പം ഞാൻ പറയാറില്ല, എനിക്ക് ഓട്ടോമാറ്റിക്കലി എനിക്ക് കിട്ടുന്നുണ്ട്. ഒരു ദിവസം 10 കിട്ടും സബ്സ്ക്രൈബേഴ്സ്, ചിലപ്പോൾ 20 കിട്ടാറുണ്ട് സബ്സ്ക്രൈബേഴ്സ്. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങിയത് തന്നെ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇതെൻ്റെ ആദ്യത്തെ ഫേസ് ടു ഫേസ് വീഡിയോ ആണ് ക്യാമറയ്ക്ക് മുന്നിൽ. അപ്പോൾ ഇനിയില്ല എല്ലാ വീഡിയോകളും ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതാണ് 500 കൂടുതൽ ആയല്ലോ, ഇനി എനിക്ക് ചെയ്യാലോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഓക്കെ, ബൈ ബൈ. എന്നാൽ അടുത്ത വീഡിയോയിലേക്ക് കാണാം. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ലേറ്റ് ആട്ടോ, സൺഡേ ആയതുകൊണ്ട്. അപ്പോൾ എന്നാൽ ലേറ്റായി, രാത്രി ലേറ്റായിട്ട് കിടക്കുന്നുണ്ട്. ഫുൾ ലേറ്റായിരുന്നു. എല്ലാ ദിവസവും എൻ്റെ രാവിലത്തെ എല്ലാ പണിയും വേഗം കഴിയും. സൺഡേ അല്ലേ വെച്ചിട്ട് രണ്ടാളൊന്ന് കിടന്നാൽ ലേറ്റായി. അപ്പോൾ ഇനി ഓരോ കാര്യങ്ങളും ചെയ്യണം. ചായൻ്റെ പണി നടക്കണം, ചോറ് വെക്കണം, എല്ലാം ചെയ്യണം. അതിന് മുന്നേ ഞാൻ വെച്ചു ഒരു വീഡിയോ ചെയ്യാം. ഇതെൻ്റെ അടുക്കള കേട്ടോ, ഇതാണ് അടുക്കള. അത്ര സൗകര്യമുള്ളൂ, ഉള്ളത് കൊണ്ട് ഒപ്പിക്കുന്നത്. അപ്പോൾ ഞാനെൻ്റെ പുതിയൊരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഈ ട്രേ പോലത്തത്. അപ്പോൾ ഇത് നിങ്ങളെല്ലാം മീഷോയിൽ കുറേ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ ഞാൻ ജനൽമേലൊന്നും വെക്കണ്ട, അതിൻ്റെ സാധനങ്ങൾ വെക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ വെച്ച് ജനൽമേൽ ഇങ്ങനെ കുറച്ച് പുല്ലെല്ലാം സെറ്റാക്കി വെച്ചിട്ട് ബാഗിൽ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനിത് ചെറിയൊരു 200 ഉറുപ്പികയായിട്ടാണ് തോന്നുന്നു ഇതിൽ മീഷോന്ന് ഞാൻ വാങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു കറാഫി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് അടിപൊളി സാധനം കേട്ടോ, ചായ എല്ലാം വെക്കാൻ, ചായയൊക്കെ വെച്ചിട്ട് ഇത് ചെയ്യാൻ നല്ല ഒരിതാണ്. അപ്പോൾ കൂടാണ്ട് ഞാൻ വെച്ച് മീഷോന്ന് ഞാനൊരു ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു, അരി ബോക്സ്. ഇങ്ങനെ സൂപ്പർ സാധനം കേട്ടോ. ഇങ്ങനെ അരി ഇങ്ങനെ വരും. അപ്പോൾ ഇതിനെ തുറന്നിട്ട് നമുക്ക് ഇതിൽ ഫില്ല് ചെയ്യാം. 3 പാർട്ടീഷൻ്റെ ഞാൻ ഒന്നിൽ അരിയോ ഒന്നിൽ പച്ചരിയോ ആക്കിയിട്ട് വെച്ചു. അപ്പോൾ ചൈനക്കാരെ കണ്ടുപിടുത്താൽ നമുക്കൊരു ഉപകാരം വേണം. അപ്പോൾ നാഴിക്കളിയൊന്നും ഇല്ല ഇനി. ഒപ്പം കിച്ചണിൽ നാഴിക്കളിയൊന്നും ഇഷ്ടമല്ല. ഇങ്ങനെ നല്ല ഇഷ്ടം. അടുക്കളയിൽ ഒന്നും ഒരു സാധനവും ഇല്ലാണ്ട് കുറച്ച് സാധനങ്ങൾ മാത്രം വെക്കുന്നതാണ് എനിക്ക് ഇഷ്ടം. പക്ഷേങ്കിൽ സൗകര്യം കുറവായത് കൊണ്ട് ഉള്ളത് കൊണ്ട് ഒപ്പിക്കുന്നു. പിന്നെ നേരത്തെ പുറത്തേക്ക് ഇറങ്ങുന്നൊരു ഇതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്. ഇതിപ്പോൾ എൻ്റെ ഒരു കുഞ്ഞി അടുക്കളയാണ്. ഇതെല്ലാം കൊള്ളിക്കുന്നുണ്ട്, എല്ലാം കൊള്ളിച്ചിട്ടാണ്. ഇനി ഇതിലൊന്നും കൊള്ളിക്കാൻ ബാക്കിയില്ല. അപ്പോൾ ഇത് പുതിയ മിക്സി കേട്ടോ, എൻ്റെ പുതിയ മിക്സിയാണ്. അപ്പം ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പം അങ്ങനെ കുറേ സാധനങ്ങളെല്ലാം ഞാൻ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തേക്ക് ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു വീഡിയോ എടുത്തിട്ടത്. അപ്പോൾ ഇതൊക്കെ കാണിച്ചത് നമുക്ക് കുറേ ദിവസമായി വിചാരിക്കുന്ന ഒരു ലോങ് വീഡിയോ ആണ്. അന്ന് ലോങ് വീഡിയോ ഇട്ടിട്ടില്ല, കുറേയായി ഇടാത്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ മീഷോ കാര്യങ്ങളെല്ലാം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ലോങ് വീഡിയോ ഇടണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആലോചിക്കുന്നത് സമയം കിട്ടുന്നില്ല. ഓഫീസിൽ പോകണം, വീട്ടിലെ ഡ്യൂട്ടി ഉണ്ട്, അങ്ങനെ ഓരോ പിന്നെ ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്, അതെല്ലാം കൊണ്ട് ഒന്നിനും ഒരു സമയം കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇന്നെങ്കിലും എന്തെങ്കിലും ഇടാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചെന്നാൽ ഇന്നത്തെ വീഡിയോസൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ചും കൂടിയും ഒരു ഉപയോഗമല്ലേ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നല്ല സൺഡേ നല്ല ഫുൾ ക്ലീനിങ് ആണ്. ഫുൾ ക്ലീനിങ് എല്ലാം മൊത്തം ക്ലീനിങ് ആയിരിക്കും ഫുള്ള്. അപ്പോൾ എന്താ പറയണ്ട, നമുക്കൊക്കെ ആകെ ഇതായിട്ടാണ്. അപ്പോൾ എന്തായാലും ഒരു ക്ലീനിങ് പരിപാടിയിലേക്ക് പോകാൻ വെച്ചാൽ സൺഡേ ഞാൻ എന്തായാലും ക്ലീനിങ് പരിപാടിയിലേക്കാണ് ചെയ്യാറ്. അപ്പം ഇനിയിപ്പം ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാൻ പഴമുണ്ട് ഫുഡാക്കാന്ന് വെച്ച്, എല്ലാ ദിവസവും കറിയിലാക്കുന്ന ഇന്നൊരു വെറൈറ്റിക്ക് ആക്കാന്ന് വെച്ച്. അപ്പം അത് ഇതൊക്കെ ഇഷ്ടം കിട്ടും പഴം, അത് ചെയ്യാൻ കിട്ടും പഴമായിട്ട്. അങ്ങനെ വെച്ചാൽ കുറച്ച് മാല വാങ്ങിച്ചിട്ട് മാല കുറച്ച് ടൗണിൽ പോയിട്ട് ചിക്കൻ വാങ്ങാൻ വെച്ചു. ഇതൊക്കെ ബിരിയാണി വാങ്ങിച്ചിട്ടൊന്നും വേണ്ട, ബിരിയാണി വേണ്ട. ഞാൻ ചില ചോറും കറിയും ഒക്കെ സെറ്റാക്കാൻ വെച്ചു. പിന്നെ അങ്ങനത്തെ ദിവസം ക്ലീനിങ്ങിലൂടെ എല്ലാം കാര്യങ്ങളും നടക്കും. അപ്പം ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം ഒരു ക്ലീൻ ചെയ്യാൻ. അപ്പോൾ പിന്നെ എൻ്റെ ദിവസം കാണിക്കാനൊക്കെ വിചാരിച്ചു, പക്ഷേ അതിനൊന്നും എനിക്ക് സമയം കിട്ടുന്നില്ല. അപ്പം ഇന്ന് പ്രാക്ടീസൊന്നുമില്ല, ഡാൻസ് പ്രാക്ടീസൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പരിപാടി ഉണ്ട്, നമുക്കിനി പ്രോഗ്രാം ഉണ്ട്. 9 പേരിലുള്ള പരിപാടി, ഫുൾ പരിപാടി ഉണ്ട്. പക്ഷേ എല്ലാവർക്കും ടൈമും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഫുൾ പരിപാടി ഫുൾ ദിവസം എടുക്കാത്തതും. പിന്നെ എന്തായാലും ടയർഡും ഒക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് പരിപാടിയിൽ. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. ഇങ്ങനെ വൈകുന്നേരം ഉച്ചയെല്ലാം ആയിക്കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസമേ തീർക്കും നമ്മളത്.
അപ്പോൾ നാളെ ഓഫീസ് പോകാം. നാളെ മൺഡേ ആണ്. ഓഫീസിൽ പോലും പിടിക്കൽ തന്നെയായിരിക്കും. പിന്നെ വേറെ എന്തൊക്കെയാ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ല. കുറേ ലോങ് കിട്ടിട്ടെന്ന് വെച്ചിട്ട് മാത്രം വരുന്നതാണ്. അപ്പം അങ്ങനെ ഞാൻ മീഷോയുടെ സാധനങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കുറേ ലോങ് വീഡിയോ ഇട്ടിട്ട്. ലോങ് വീഡിയോ എപ്പോൾ ഇടണം എനിക്ക് വാട്സവറൊക്കെ ഞാനിങ്ങനെ നോക്കാറില്ല. ഇപ്പം തീരെ സമയത്തൊന്നിനും ജോലിക്ക് പോകണം, കിച്ചൺ ഡ്യൂട്ടി, പിന്നെ ഡാൻസ് പ്രാക്ടീസ് എല്ലാം ഉള്ളതുകൊണ്ട് ഇപ്പം ഞാൻ യൂട്യൂബിനെ നോക്കലേ ഇല്ല. അപ്പോൾ വീണ്ടും ഒന്നിലേക്ക് ആദ്യം വിചാരിച്ചു. അങ്ങനെ രാവിലെ എണീറ്റ് മേച്ച് പുട്ടും പഴവും ആക്കാമെന്ന് വെച്ചു. അപ്പം ഞാൻ ഉച്ചക്കത്തേക്ക് മാന്ത വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ച് പോയിട്ട് ചിക്കൻ വാങ്ങാം എന്ന് വെച്ചു. അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യലാക്കിയത് സൺഡേ അല്ലേ, പിന്നെ ഇന്ന് ക്ലീനിങ് ചെയ്യണം കുറേ. എല്ലാം എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനൊക്കെ വിചാരിച്ചു. പക്ഷേ ഒരു ഇതില്ല, ചെയ്യാനൊരു മൂഡില്ല. ഈ ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ ആയി ഇവരെയൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ട്, പിന്നെ ടൈമില്ലാത്തതുകൊണ്ടാണ് കോമഡി അങ്ങനത്തൊക്കെ ചെയ്ത് സെറ്റാക്കുന്നത്. അപ്പം പ്രാക്ടീസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അങ്ങനെ പോകുന്നു. അപ്പോൾ ഇന്ന് പ്രാക്ടീസ് ഇല്ല. നമുക്കിനി പരിപാടി ഉണ്ട് വരുന്നത്. ദിവസവും പരിപാടി എടുത്തില്ല, എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ ഡെയിലി പരിപാടി എടുക്കും. പിന്നെ ഫെബ്രുവരി 8, 9 പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. ഫുൾ ഉത്സവത്തിൻ്റെ കാലമല്ലേ, അപ്പോൾ എന്തായാലും സീസണാകുമ്പോൾ നമുക്ക് എന്തായാലും പരിപാടിയൊക്കെ കിട്ടുമല്ലോ. അപ്പം അങ്ങനെ ഇന്നത്തെ ദിവസം മൊത്തം ഇങ്ങനെ എൻ്റെ പോകും. ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യാതൊക്കെ സെറ്റാക്കിയിട്ട് ഞാനിന്ന് രാവിലെ എണീറ്റത്, പക്ഷെ നടന്നില്ല. ഇന്ന് സൺഡേ ഓൾറെഡി ലേറ്റാണ് നമ്മൾ എണീക്കുന്നതും പിടിക്കുന്നതൊക്കെ. അപ്പോൾ ബാക്കി എല്ലാ ദിവസവും രാവിലെ 8 മണിയാകുമ്പോഴത്തേക്കെല്ലാം എല്ലാ പണിയും കഴിയും. 7 മണി 8 മണിയാകുമ്പോഴത്തേക്ക് എല്ലാ പണിയും കഴിയും. ഫുഡ് കാര്യങ്ങളെല്ലാം സെറ്റാവും. അങ്ങനെ ഞാൻ ഓഫീസിൽ പോയി പിടിച്ച് വൈകുന്നേരം ആകുമ്പം വന്ന് പിന്നെയും വീണ്ടും ചായയും ഫുഡും ഒക്കെ ഇവർ ബേക്കറി പോയി വന്ന് സമയം പോകും. പിന്നെ എല്ലാവർക്കും സൺഡേ എന്ന് പറയുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് ആയിരിക്കും, ലീവായിരിക്കും. പക്ഷെ അന്നത്തെ ദിവസമായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ പണിയിടാം. നമുക്ക് സൺഡേ നമ്മളേക്ക് റെസ്റ്റ് എടുക്കുക, കുറച്ച് കഴിവില്ലാതെ വയ്ക്കുന്നത്. പക്ഷെ അന്നത്തെ ദിവസമായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് പണിയില്ലാതെ. അപ്പം ഒന്ന് പുതിയ കുട്ടി എടുത്തിരുന്നത് ഇവിടെ നല്ല 5 വർഷമായി. ജൂലൈ 2 വന്നാൽ 5 വർഷം ആയി നമ്മൾ പുതിയ എടുത്തിട്ട്. ഞാൻ അതിൻ്റെ ആദ്യത്തെ വീഡിയോയിൽ എനിക്ക് വീനെപ്പറ്റി വലിയ അറിവൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് ആദ്യം ഞാൻ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ ചെയ്തായിരുന്നു. ഇൻട്രൊഡ്യൂസ് ചെയ്തതും ഒക്കെ എനിക്ക് വലിയ അറിവില്ലായിരുന്നു. ഇപ്പം ഇതിനെപ്പറ്റി കുറച്ച് മാറി വന്നു. ഇപ്പോൾ ക്യാമറ എങ്ങനെ പിടിക്കണം എന്നൊക്കെ കുറേ ആൾക്കാരെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തന്നെ കുറേ മാറ്റം ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് പറയുന്നത്. എനിക്കത്ര വലിയ നല്ല അഭിപ്രായമായി തോന്നിയിട്ടില്ല എൻ്റെ ചാനൽ കണ്ടിട്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ ചെയ്യുന്നത് കൊണ്ടായിരിക്കും ചിലപ്പോൾ നമുക്കൊരു തീരെ ഒരു മനസ്സില്ലാത്തത് ഇത് അങ്ങനെയാണോ ഇങ്ങനെയാണോ നമുക്ക് ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ താങ്ക്സ് എല്ലാവർക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങൾ പറയാനാണ് ഞാൻ വന്നത്. ഓക്കെ, ബൈ. ചെന്നക്ക് 400 രൂപയാണ് ഇപ്പോൾ കിട്ടുന്നത്. ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ തന്നെ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. തന്നെ കുറച്ച് ടൈം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇവിടെ പോയി അപ്പോൾ എൻ്റെ ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഫുൾ ഫ്രീ ആയി, ഒരു പണിയുമില്ല. അപ്പോൾ ഞാൻ വെച്ചെന്നാൽ ഒരു വീഡിയോ എടുത്ത് കളയാന്ന് വെച്ച്. കുറേ ലോങ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കുറേ ലോങ് വീഡിയോ ഒക്കെ എടുത്തിട്ട്. അപ്പോൾ എന്താ പറയണ്ടേ, ലോങ് വീഡിയോ എടുക്കാൻ ടൈം കിട്ടാറില്ല. ചിലപ്പം വിചാരിക്കും എന്തെടുക്കണ്ടെന്നൊക്കെ ഷോർട്ട് വീഡിയോയിലേക്ക് കൊണ്ടുപോയിടും. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്നതല്ല ഇപ്പോൾ ഷോർട്ട് വീഡിയോയിൽ ഇടുന്നത്. അപ്പോൾ ലോങ് വീഡിയോ ആയിട്ട് ഒന്നുമില്ല. അപ്പോൾ വെച്ചെന്നാൽ ഒരു ലോങ് വീഡിയോ ചെയ്യാന്ന് വെച്ചാൽ ഒന്നുമില്ല. രാവിലെ എഴുന്നേറ്റിട്ട് ഫുഡൊക്കെ ആക്കി എല്ലാം പണിയെല്ലാം കഴിഞ്ഞു. രാവിലെ എണീക്കും. അപ്പോൾ എൻ്റെ ചോറും കറിയും അലക്കലും എല്ലാം കഴിഞ്ഞുകൊണ്ടൊരു സമാധാനം. അപ്പം ഇത് രാവിലെ തന്നെ പൊട്ടൊക്കെ വെച്ചിട്ട് നിൽക്കും. ഞാൻ രാത്രി ഉറങ്ങുമ്പം പൊട്ടൊക്കെ തൊട്ടിട്ടാണ് കിടക്കാറ്. അത് പണ്ടേയുള്ള ശീലമാണ്. പണ്ട് തന്നെ ചെറുതിലില്ല, കല്യാണം കഴിച്ചതിന് ശേഷം ഉള്ള ശീലമാണ്. പൊട്ടൊക്കെ തൊട്ട് കൺമശൊക്കെ ഇട്ടിട്ടാണ് ഞാൻ കിടക്കണം. പക്ഷേങ്കിൽ കൺമശൊന്നുമില്ല, എല്ലാം പോയിട്ടുണ്ട്. രാവിലെ തന്നെയല്ല. ഇപ്പോൾ സമയം 8 മണി, 8:15 ആയിട്ടാന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ ഫുഡാക്കിയില്ല, ഞാൻ മൂപ്പറ ഫുഡ് മാത്രം ആക്കിയത്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് ഭട്ടൂര നോർത്തിലെ ഫുഡാണ്, നമ്മുടെ ഫുഡല്ല. ഏകദേശം പൂരി പോലത്തെ സ്റ്റൈലാണ്. രാത്രി കുഴച്ച് വെച്ച് കുറച്ച് ഈസ്റ്റൊക്കെ ഇട്ടിട്ട് കുഴച്ച് വെക്കുന്നത്. കുറച്ചൊരു പുളിപ്പ് ടേസ്റ്റാണ്. തൈരൊക്കെ ഇടും, പക്ഷെ ഞാൻ തൈരൊന്നും ഇട്ടിട്ടില്ല. എന്തായാലും ഈസ്റ്റിലൊരു പുളിപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെത് എന്താ പറയണ്ട, ചുട്ടിട്ടില്ല. ഇനി എൻ്റെ ചൂടണം.
അപ്പം ഞാൻ കുറച്ച് പരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വിചാരിച്ചെന്നാലും എനിക്കൊരു ലോങ് വീഡിയോ എടുത്താൽ എന്താ, കുറേ ആയില്ലേ എടുത്തിട്ട്, എപ്പോൾ ചെയ്യണം എനിക്ക് മടിയാണ്, ശരിക്കും മടിയാണ് തുടങ്ങാനൊക്കെ. കുറേ എല്ലാം ഷോർട്ട് വീഡിയോയിലേക്ക് കൊണ്ടുവരുന്നതുകൊണ്ട് ആകെ എന്താ പറയണ്ടേ, ഒരു ലോങ് വീഡിയോ ചെയ്യുമ്പോൾ അയ്യോ അത് ശരിയാണോ തെറ്റാണോ നമ്മൾ ചെയ്യുന്നത് ഓക്കെ ആണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. വ്യൂവേഴ്സിന് എന്തായാലും നെഗറ്റീവ് ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ എന്തായാലും ഒരു നെഗറ്റീവ് നമ്മൾ പേഴ്സണലായിട്ടും നമുക്ക് എന്താ പറയണ്ടേ, നെഗറ്റീവ് ഉറപ്പായിട്ടുണ്ടാവും. നെഗറ്റീവ് ആണല്ലോ നമുക്ക് വേണ്ടത്, നെഗറ്റീവ് ആകുമ്പോൾ നമ്മൾ റീച്ചാണ്. അപ്പം എപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കും, കുറേ ഇൻഫ്ലുവൻസർ എനിക്കറിയാം, അപ്പം അവരൊക്കെ പറയുന്നുണ്ട് എന്തിനാ മടിക്കുന്നത്, ഇട്ടോളൂ. എല്ലാവരും അങ്ങനെയാണ് ഇതാക്കുന്നത്, നെഗറ്റീവൊക്കെ വരും, അന്ന് കാര്യമാക്കേണ്ട എന്നിട്ടോ ചിലപ്പോൾ അങ്ങനെ വിചാരിക്കും. ഞാനിപ്പോൾ FB കൂടുതൽ യൂസ് ചെയ്യും. ഇപ്പോൾ യൂട്യൂബ് നോക്കാനേ ഇല്ല, FB ആണ് ഏറ്റവും കൂടുതൽ നോക്കുന്നത്. യൂട്യൂബ് തൊടലില്ല, FB ആണ് എൻ്റെ മെയിനായിട്ട്. ഇപ്പം FBയിലൊക്കെ ഇപ്പം എൻ്റെ നാട്ടിലെ ആൾക്കാർക്ക് എന്നോട് ചോദിക്കും നിന്നെക്കൊണ്ട് ഇപ്പം FB തുറക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു വർത്താനമുണ്ട്. അപ്പം ഞാൻ ചിരിക്കും. അപ്പം അത് കേട്ടാൽ എന്താ ആരായാലും തിരിച്ചു പോലെ ഇവിടെ കൊണ്ട് ഇപ്പം FBയും തുറക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത് ആദ്യമൊക്കെ എല്ലാവരും അങ്ങനെ പറയും. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്നറിയാം. പക്ഷെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം, അത്ര തന്നെ. അപ്പോൾ ഞാൻ എന്താ പറയണ്ടേ, ഇപ്പം എനിക്ക് കുറച്ച് പണി തന്നെ. ബട്ടൂര ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്, ഇനി ചുട്ട് വെക്കണം. അപ്പം ചുടണമെങ്കിൽ ഞാൻ തന്നെ ചുടണ്ടേ. അപ്പം ചുടാൻ ഞാൻ പേപ്പറിലാക്കിയിട്ട് ചുട്ട് വെച്ചിന്. എന്തുകൊണ്ടാണെന്നറിയാമോ, ഞാനിതിൽ മാവ് പരത്തിയിട്ടാണ് ഇട്ടത്. അപ്പോൾ കുറച്ച് അതിൻ്റെ പൊടി ഉണ്ടാവും. അപ്പം ചുടുമ്പം ആ മാവ് വെളിച്ചെണ്ണയിൽ വരും. ഞാൻ വെളിച്ചെണ്ണയിൽ കേട്ടോ എല്ലാം ഉണ്ടാവും. ഇത് കണ്ടോ ഗൈസ്, അപ്പം ഞാനിത് ചുട്ടപ്പോൾ ഈ ഒരു കോലത്തിലായി, രാവിലെ തിരക്കിൻ്റെ ഇടയിൽ ചുട്ടപ്പോൾ ഈ ഒരു പരുവത്തിൽ അതിൻ്റെ പൊടിയെല്ലാം ഇതിലേക്ക് വീണു. ഞാനത് ശ്രദ്ധിച്ചില്ല. അപ്പം അത് ശ്രദ്ധിച്ചിട്ട് വേണം ഇനിയിപ്പോൾ ചുടാൻ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ഇത് കുറച്ച് ചെയ്തിട്ട് തണ്ണോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പൊടിയൊന്നും വീഴൂലല്ലോ, അങ്ങനെ ചെയ്യാം എന്നൊക്കെ വിചാരിക്കുന്നു. ഇനിയും പൊടി വീണിട്ടുണ്ടെങ്കിൽ ആ ബട്ടൂരിയമെല്ലാം ഫുള്ള് കറുപ്പായി മാറും. പിന്നെ നമ്മളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നില്ല, നമ്മൾ പുറത്തുനിന്നൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ. നമ്മളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം. നമ്മൾ വേറെ ഒരു വിഷാംശവും ഒന്നും ചേർക്കുന്നില്ല. പുറത്തുനിന്ന് അങ്ങനെ പലതും ചേർത്തിട്ട് വരുന്നുണ്ട്. ഇതിലൊരു ഉള്ളി ഈസ്റ്റ് ചേർന്നാണുള്ളത് അതങ്ങനെ ഉണ്ടാക്കേണ്ടത്, അതുകൊണ്ടാണ് ഇതിൻ്റെ ഈസ്റ്റ് ചേർത്തത്. അപ്പോൾ ഞാൻ എന്നാൽ ചൂടട്ടെ. ചെറുതായി വിശക്കുന്നുണ്ട് എനിക്ക്. അതിന് മുന്നേ എനിക്കൊരു യോഗ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ യോഗയൊക്കെ ചെയ്തിട്ടാണ്, യോഗയും ചെയ്തിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കാറ്. ഓനാകുമ്പോൾ കഴിക്കുക ഇല്ലേ 11 മണിക്ക് പിന്നെയും എനിക്ക് വിശക്കും. അതുകൊണ്ട് യോഗ ചെയ്തിട്ട് ഭക്ഷണം കഴിക്കും. അപ്പോൾ ചുട്ട് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡൊക്കെ കഴിയുമ്പോൾ എല്ലാം സെറ്റപ്പം. പക്ഷേങ്കിൽ ഉപയോഗിക്കാൻ മര്യാദയ്ക്ക് അറിയില്ല, അതാണ്. അപ്പം ചെയ്ത് പഠിച്ചു വരുന്നു. ഇപ്പം എങ്ങനെ വേണമെന്ന് ഇതിനൊരു തീരുമാനമായിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഇതിനൊരു തീരുമാനമാവുന്നതാണ്. ആകെ എല്ലാം നശിച്ച് സമാധാനം. വെളിച്ചെണ്ണ മൊത്തം പോയി. വെളിച്ചെണ്ണക്ക് 400 രൂപയാണിപ്പോൾ ലിറ്ററിന്. നോക്കിയാട്ടെ, തുടച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ. അങ്ങനെ എല്ലാം ഇനി അറിഞ്ഞ് പണിയായി, സമാധാനമായി. പറഞ്ഞ് നാക്കെടുത്തിട്ടില്ലല്ലോ, അപ്പത്തേക്ക് മറന്നില്ലേ. ഇതാണ് വിളിച്ചെണ്ണ ഭഗവാനെ. ഇതിനി എങ്ങനെ ഞാൻ സമാധാനപ്പെടും? എൻ്റെ ബട്ടൂരി എല്ലാം കൂടി ഞാൻ തന്നെ എന്നെ കണ്ണുകൊണ്ട് സമാധാനം. നിറയപ്പ എന്തൊരു സമാധാനം. സൂപ്പിട്ട് തേച്ച് കഴിക്കുന്നുണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ എല്ലാം നല്ല വൃത്തിയിൽ കിടക്കും. ഞാനൊരു വട്ടം തുടച്ചതല്ലേ, ഇതിപ്പോൾ 2ാമത്തെ വട്ടമാണ് തുടക്കുന്നത്. മനസ്സിലായോ? എല്ലാം 2ാമത്തെ വട്ടമാണ് ഇത് തുടച്ച് വൃത്തിയാക്കുന്നത്. മൊത്തത്തിൽ പണി കിട്ടി. ചൂടായിട്ടില്ല, ഇതാ ചൂടാവുന്നേ ഉള്ളൂ. എല്ലാം മറിഞ്ഞ് 2ാമത് ഞാൻ വൃത്തിയാക്കിയിട്ട് ഒന്നും കൂടി ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കറുത്ത പൊടിയെല്ലാം പോയി ആദ്യം ചെയ്തതിൻ്റെ.
എല്ലാം മറിഞ്ഞപ്പോൾ സമാധാനമായി വയറ് നിറഞ്ഞു. ചൂടാൻ തോന്നും അല്ലേ? ആയിനും തോന്നും. ചുട്ടോക്കട്ടെ. അയ്യോ ചുരുണ്ട് പോയി. സമാധാനം. ഇതൊക്കെ ഞാൻ ആദ്യം ഉണ്ടാക്കുന്നത് കേട്ടോ. ലൈഫിൽ ആദ്യം ഉണ്ടാക്കുന്നതാണ്. ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. കാണുന്നതെന്നല്ലാതെ നമ്മൾ ഉണ്ടാക്കിയാൽ നമുക്കൊരു സാധനം എപ്പോഴും എക്സ്പീരിയൻസ് ആവുള്ളൂ. പക്ഷെ ഞാൻ രാവിലെ ഉണ്ടാക്കിയത് പൊളിയാണ് കേട്ടോ. ടേസ്റ്റ് നല്ല ഉണ്ടായിരുന്നു. എൻ്റെ ഭർത്താവ് പറഞ്ഞു പൂരിയാണ് ടേസ്റ്റ് എന്ന്. പക്ഷെ എനിക്കിതാ ടേസ്റ്റ് തോന്നിയിട്ടില്ല. എൻ്റെ ഓരോരോ ടേസ്റ്റ്. കാത്തോഴനെ ഇതൊക്കെ ഇട്ടിട്ട് ഉച്ചക്ക് ഫുഡ് കൊണ്ടുപോകുന്നുണ്ട് ഞാനിപ്പോൾ ഓഫീസിൽ. പിന്നെ ഉച്ചക്ക് കഴിക്കാനാണ് വരാം കേട്ടോ. അപ്പോൾ ഞാൻ കേൾക്കും എന്തിനാ അവരുടെ പെട്രോളും കെട്ടണം, മഴയാണെങ്കിൽ ഞങ്ങൾക്ക് പോയി തണുത്ത് പിടിക്കും. വൈകുന്നേരം ഞാൻ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകുന്നില്ല. ഏറ്റവും നല്ല അവൻ കുഴപ്പമില്ല. ഞാൻ പാട്ട് വെച്ചിട്ടുണ്ട്. ഇതിനെ പറ്റി കേൾക്കില്ല. പാട്ട് വെച്ചിട്ട് കുക്കിങ് വേറെ തന്നെ ഒരു പൊള്ളി വൈബാണ്. എൻ്റെ ഇടയിൽ രണ്ട് ഡാൻസും എല്ലാകുമ്പോൾ സൂപ്പറായി. ഞാൻ അടുക്കളക്കാരി അങ്ങനെ നോക്കാം. പക്ഷെ അവരെ പണിയെടുക്കുന്നത് അറിയേയില്ല. നമുക്ക് എത്ര വേണമെങ്കിലും ഫുഡ് ഉണ്ടാക്കാനുള്ള ആ ഒരു ഇതുണ്ടോ. ഓരോരാൾക്കാർ ഓരോ തരാണേ. ഞാൻ അങ്ങനെ ചെയ്യാറ്. ഇവർ പോയാൽ രാവിലെ ഇതാണ് എൻ്റെ പണി. ഡാൻസ് കളിക്കുക, യോഗയില്ല. അലക്കാനുണ്ടെങ്കിൽ അലക്കും, നടക്കാനില്ല. ഇതാണ് എൻ്റെ ഭട്ടൂര. എന്നെ പോലത്തെ കുക്ക് ഭട്ടൂര. ഈ സ്റ്റാൻഡിന് എന്തോ കുഴപ്പമുണ്ടുണ്ട്. അതാന്ന് തോന്നുന്നു വീണ് പോയത്. ഇതിൻ്റെ ഒരു റിമോട്ട് ഉണ്ടായിരുന്നു, സ്വിച്ച്. അത് നമ്മൾ റീലെടുക്കാൻ പോയപ്പം പുറത്ത് എവിടെയോ വീണുപോയി. എവിടെയോ വീണുപോയെന്ന് അറിയില്ല. എൻ്റെ തീറ്റത്തിന് കഴിഞ്ഞ് ഞാൻ ഇതിൽ ഉണ്ടാക്കാറില്ല. ഞാൻ വേറെ തന്നെ ഒരു ഇരുമ്പ് ചട്ടിയാണ് ഉണ്ടാക്കുന്നത്. അതിലും ചിക്കൻ പൊരിച്ചതിൻ്റെ ഉണ്ട്. ഇനിയിപ്പോൾ അത് മാറ്റാൻ പറ്റും. അതുകൊണ്ടപ്പോൾ അതിലേക്ക് ആക്കി. അങ്ങനെ എൻ്റെ ബട്ടൂരെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാം. ഇവിടെ മൂടി വെക്കട്ടെ. കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം. മൂടി വെക്കട്ടെ. അപ്പോഴത്തേക്ക് അത് തണിയും. കുറച്ച് യോഗ ചെയ്യാനുണ്ട്. യോഗ ചെയ്തിട്ടാണ് ഫുഡൊക്കെ കഴിക്കുള്ളൂ. ഷോപ്പിൽ മുളകിട്ട കറി പോലെ ആക്കിയതാണ്. കഴിഞ്ഞു, തീർന്നു. ലാസ്റ്റാണ്. കുറച്ച് ഒക്കെ കൊടുത്തയച്ച് ബാക്കിയുള്ളത്. ഇനി എനിക്കൊരു വലിയ ടാസ്ക് തന്നെ. യോഗ ചെയ്യണം, ഡാൻസ് ചെയ്യണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുള്ളൂ. അപ്പോൾ എന്നാൽ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ.